തെരഞ്ഞെടുപ്പ് തിരിച്ചടികൾക്ക് പിന്നാലെ പാർട്ടിക്കുള്ളിലെ ജനാധിപത്യം തിരിച്ചുപിടിക്കാൻ CPM അസാധാരണമായ പരിഷ്കാരങ്ങളിലേക്ക്. താഴെത്തട്ടിലുള്ള സമ്മേളനങ്ങളിലും അവലോകന യോഗങ്ങളിലും സഖാക്കൾ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ അപ്രത്യക്ഷമാകുന്ന പതിവ് അവസാനിപ്പിക്കാനാണ് നേതൃത്വത്തിന്റെ പുതിയ നീക്കം. ലോക്കൽ കമ്മിറ്റികളിലെ ചർച്ചകൾ നിരീക്ഷിക്കാൻ ഇനി മുതൽ അതേ ഏരിയയിലെ അംഗങ്ങൾക്ക് പകരം മറ്റൊരു ഏരിയയിലെ പ്രതിനിധികളെ നിയോഗിക്കും. വിമർശനങ്ങളെ വിഭാഗീയതയായി മുദ്രകുത്തി അടിച്ചമർത്തുന്ന രീതിക്ക് ഇതോടെ അന്ത്യമാകുമെന്നാണ് കരുതുന്നത്. നിലവിലുള്ള രീതി അനുസരിച്ച് ഒരു ലോക്കൽ കമ്മിറ്റിയിലെ സമ്മേളനത്തിന് മേൽഘടകമായ ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള അംഗങ്ങളാണ് നിരീക്ഷകരായി എത്തുന്നത്. സ്വാഭാവികമായും അണികൾക്ക് പറയാനുള്ള പരാതികൾ ഏരിയ കമ്മിറ്റിയുടെ തീരുമാനങ്ങളെയും പ്രവർത്തന ശൈലിയെയും മാറ്റിമറിക്കാൻ സാധ്യതയേറെയാണ്. തങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരുടെ വിമർശനങ്ങൾ മിനിറ്റ്സിൽ രേഖപ്പെടുത്താനോ ഗൗരവമായി മേൽക്കമ്മിറ്റികളിൽ റിപ്പോർട്ട് ചെയ്യാനോ ഇത്തരം നിരീക്ഷകർ തയ്യാറാകില്ല. ഈ ഫിൽട്ടറിംഗ് പ്രക്രിയ മൂലം താഴെത്തട്ടിലെ യഥാർത്ഥ വികാരം സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. വിമർശനം ഉന്നയിക്കുന്നവനെ വിഭാഗീയതയുടെ വക്താവായി ചാപ്പ കുത്തി ഒതുക്കുന്ന രീതി പാർട്ടിയുടെ ജനകീയ അടിത്തറ തകർത്തു എന്ന ഗൗരവമായ വിലയിരുത്തലാണ് നേതൃത്വം. പുതിയ പരിഷ്കാരം അനുസരിച്ച് ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങളിൽ ആ പരിധിയിൽ വരാത്ത മറ്റു ഏരിയയിലെ അംഗങ്ങൾ നിരീക്ഷകരായി എത്തും. ഇവർക്ക് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളോട് വ്യക്തിപരമായ താൽപ്പര്യങ്ങളോ ശത്രുതയോ ഉണ്ടാകില്ല എന്നതിനാൽ വിമർശനങ്ങൾ നിഷ്പക്ഷമായി രേഖപ്പെടുത്താൻ സാധിക്കും. ഏരിയ കമ്മിറ്റി അവലോകനങ്ങളിൽ മറ്റു ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളെ പങ്കെടുപ്പിക്കാനാണ് ആലോചന. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നേരിട്ടുള്ള ഇടപെടലാണ് ഈ നിർണായക തിരുത്തലിന് പിന്നിലെന്നാണ് സൂചന. വരാനിരിക്കുന്ന സംസ്ഥാന നേതൃയോഗങ്ങളിൽ ബേബിയുടെ സാന്നിധ്യം ഉണ്ടാകും. പാർട്ടിയിൽ അഭിപ്രായ സ്വാതന്ത്ര്യവും ക്രിയാത്മകമായ വിമർശനവും ഉയർന്നു വരണമെന്ന ഉറച്ച നിലപാടിലാണ് അദ്ദേഹം. വിമർശിക്കുന്നവരെ ശത്രുക്കളായി കാണുന്ന രീതി പാർട്ടിക്ക് ഗുണകരമല്ലെന്നും ഉൾപാർട്ടി ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്നും ബേബി ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എതിരഭിപ്രായങ്ങളെ വിഭാഗീയതയായി കണ്ടതാണ് പാർട്ടിക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയെന്ന് ബേബി വിശ്വസിക്കുന്നുണ്ട്. സഖാക്കൾക്ക് തങ്ങളുടെ നിലപാടുകൾ തുറന്നു പറയാൻ കഴിയാത്ത സാഹചര്യം പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റി. ജനവികാരം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ താഴെത്തട്ടിലെ ഈ ശബ്ദങ്ങൾ അടിച്ചമർത്തപ്പെടാതിരിക്കണം. അസാധാരണമായ തിരുത്തലുകൾ പാർട്ടിയിൽ ഉണ്ടാകുമെന്ന് ബേബി പ്രഖ്യാപിച്ചത് ഇത്തരം ഘടനാപരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടാണ്. ഈ പുതിയ സംവിധാനത്തിലൂടെ സഖാക്കൾ ഉന്നയിക്കുന്ന ഓരോ പരാതിയും മിനിറ്റ്സിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ സാധിക്കും. തന്റെ വിമർശനം മേൽക്കമ്മിറ്റികളിൽ ചർച്ചയാകുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നത് അണികളിൽ പാർട്ടിയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും. വ്യക്തിഹത്യ ഒഴിവാക്കി രാഷ്ട്രീയപരമായ വിയോജിപ്പുകൾക്ക് വേണ്ടി വേദി ഒരുക്കുന്നതിലൂടെ പാർട്ടിയെ പുതിയ കാലത്തിന് അനുസൃതമായി മാറ്റാനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ പ്ലാൻ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനവികാരം തിരിച്ചറിയുന്നതിൽ പാർട്ടി മെഷീനറി പരാജയപ്പെട്ടുവെന്ന പൊതുവികാരമാണ് CPMൽ ഉയരുന്നത്. വിമർശന ശബ്ദങ്ങളെ ഒതുക്കിയവർ ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ അവഗണിച്ചുവെന്നും ഇത് വോട്ട് ചോർച്ചയ്ക്ക് കാരണമായെന്നും പല ജില്ലാ കമ്മിറ്റികളും റിപ്പോർട്ട് ചെയ്തിരുന്നു. വിഭാഗീയതയുടെ പേരിൽ നടത്തിയ ശുദ്ധീകരണങ്ങൾ പലയിടത്തും വിപരീത ഫലമാണ് നൽകിയത്. ശൈലി മാറ്റത്തിലൂടെ അണികളെ കൂടെ നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഭാവി രാഷ്ട്രീയം കൂടുതൽ കഠിനമാകുമെന്ന് നേതൃത്വം തിരിച്ചറിയുന്നു.